കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുകയാണ്. ഇന്നലെ പുറത്തു വന്നു. പക്ഷേ നമ്മൾ ഇന്നലെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് വന്നിട്ടില്ല. സാധാരണ പാതിരാത്രിയാണ് വരാറുള്ളത്. എങ്കിലും അതിന് മുമ്പ് സന്ധ്യയ്ക്ക് വന്നു. എന്തായാലും ആ പ്രഖ്യാപിച്ച 55 സീറ്റുകളിലെയും ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കിയൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണ്. പരാതി വലിയ തോതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ. പിന്നെ ഈ SC മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ആകെപ്പാടെ ഒരു രമ്യ ഹരിദാസേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ എവിടെയൊക്കെ SC മണ്ഡലം ഒഴിവുണ്ട് അവിടെ എല്ലാം കൊണ്ട് മത്സരിപ്പിക്കുക. പണ്ട് നമ്മുടെ BJPക്ക് വേണ്ടി രാജഗോപാൽ ആയിരുന്നു. രാജാട്ടിനെ കുറിച്ച് അന്നവർ ഇങ്ങനെ തമാശ പറയായിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റർ BJP ഓഫീസിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ പേര് എഴുതാറില്ല. രാജാട്ടിനെ വിജയിപ്പിക്കാന്ന് മാത്രമേ കാണുള്ളൂ. സമീപകാലത്ത് K. സുരേന്ദ്രനും അങ്ങനെ വന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ ഇന്നലെ നമ്മളിപ്പം ഇന്നലത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിൽ തന്നെ സിറ്റിംഗ് MLA-മാരാണ് കൂടുതൽ. അപ്പോൾ നമ്മളെ അതിശയിപ്പിച്ച ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് ഈ M. വിൻസെന്റ് കോവളത്ത്. കാരണം പാർട്ടി സ്ത്രീ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെ സീറ്റ് കൊടുക്കരുത്, അത് പെൻഡിങ്ങിൽ വെച്ചു എന്നാണ് നമ്മൾ ആദ്യം വാർത്ത വന്നത്. കുറച്ച് പേരുടെ പേര്. പക്ഷേ എനിക്കൊന്ന് M. വിൻസെന്റ് കേസിൽ വിടുതലായിരുന്നു തോന്നുന്നു. പുള്ളി കുറ്റക്കാരനല്ലെന്ന് കണ്ടു. അതേ തുടർന്നാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരിക്കും. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം കോടതിയിൽ പെൻഡിങ് ആണെന്ന് തോന്നുന്നു. അല്ല, പാർട്ടി അത് കയ്യാലപ്പുറത്തെ തേങ്ങ വെച്ചിരിക്കുന്നു. ഡൽഹി പോയിട്ടുണ്ട്. അതെ, രാഹുൽ മാൻകൂട്ടത്തിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അദ്ദേഹം വേണ്ടാന്ന് തന്നെ പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇത്തവണ അതുപോലെ IC ബാലകൃഷ്ണനെ സുൽത്താൻ ബത്തേരി DCC ഭാരവാഹി വിജയന്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട അദ്ദേഹമൊക്കെ പട്ടികയിൽ വന്നുകൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കളങ്കിതരെയും പെണ്ണുപിടിയന്മാരെ ഒന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് പക്ഷെ PK ശശിയെ പിന്തുണയ്ക്കും. PK ശശിയെ കുറിച്ച് ഇത്രയും നാൾ പറഞ്ഞത് മുഴുവൻ ഇനി എന്താണ് പറയുക, സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ ആ ഡാഷ്ബോർഡ് ക്ലീനിങ് നടത്തിയത് കളയേണ്ടതാണത്. അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഈ ശശിയെ പറഞ്ഞത് ഇപ്പോഴും കിടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ CPM ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അവരെന്തെങ്കിലും ഒരു ക്യാപ്സൂൾ കൊണ്ടുവന്നു. അപ്പോൾ ക്യാപ്സൂൾ. പക്ഷേ ഇപ്പം നമ്മൾ അറിയുന്നത് ശശി അങ്ങനെ ലൈംഗിക പീഡനമൊന്നും ഉള്ളതായിട്ട് അറിയില്ല. എന്തോ ഈ MP രാജേഷുമായിട്ടുള്ള വിഷയത്തിന്റെ പുറത്ത് എന്തോ ഒരു സ്ത്രീയോട് എന്തോ മോശമായിട്ട് പറഞ്ഞു, സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് തീവ്രത കുറഞ്ഞ പീഡനം. അത് മാനസിക പീഡനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇതിനിടയിലും ഇപ്പോഴും നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും തീരുമാനമാകാത്ത കാര്യം സുധാകരൻ്റെതാണ്. ഇപ്പം ചാനലുകളിൽ മാറി പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. K. സുധാകരൻ മത്സരിക്കുമെന്ന് പറയുന്നു, അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന് പറയുന്നു, സുധാകരൻ മാത്രം മത്സരിക്കുമെന്ന് വേറെ ചിലതിൽ വരുന്നുണ്ട്, ആർക്കും ഇല്ല എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരി, കോൺഗ്രസിന്റെ ഇനിയുള്ള മൊത്തം 95 സ്ഥലത്താണ് മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസ്. ഈ 95 സ്ഥലത്ത് 55 മത്സരിച്ചു, ഇനിയും 40 അല്ലേ, 40 സീറ്റുകൾ ഇനിയത്തെ പ്രഖ്യാപനം. അവിടെയാണ് പ്രശ്നങ്ങൾ വന്നത്. ഈ 40 സീറ്റിലാണ് നിർണായകമായ പല വിഷയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതെ, അവിടുത്തെ സീറ്റ് പ്രഖ്യാപിക്കുമ്പോഴായിരിക്കും കോൺഗ്രസിന്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് തന്നെ നമുക്ക്. അതെ. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചർച്ചയിലാണ് നടക്കുക. ജയശങ്കർ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കോൺഗ്രസിലെ ഈ ചക്കളത്തി പോരാട്ടം കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇക്കണക്കിന് ഇവർക്ക് ഭരണം കിട്ടിയാൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ തന്നെ പറയുമായിരിക്കും ഇവരെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ പറയുമല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴേ കാണുന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ നിരത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തെ പോലെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാൾ പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നിപ്പോയത് കണ്ടപ്പോൾ. പിന്നെ അതുപോലെ ഈ BJP വിട്ടു വന്ന സന്ദീപ് വാര്യർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന് കണ്ട് ഉറപ്പായിട്ടുണ്ട് അല്ലേ? ഏതാണ്ട് സീറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇനി എവിടെ മത്സരിക്കും? തവന്നൂര് വേറെ ആളായിരുന്നു, VS ജോയിയാണ്. VS ജോയി ഒഴിവാക്കാനും പറ്റില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ നിലമ്പൂര് പരിഗണിച്ചിട്ട് പിന്നെ പെൻഡിങ്ങിൽ വെച്ചതാണ്. അതിലൊക്കെ KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു. വളരെ നല്ല DC പ്രസിഡന്റാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ DC പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഇറക്കണ്ടേ? അത് വളരെ ഒരു ന്യായമായ ഒരു സീറ്റാണ് VS ജോയിക്ക് കൊടുത്തത്. BJPയിൽ നിന്ന് ഒരു രാവിൽ തലേന്ന് വരെ നരേന്ദ്രമോദിക്ക് വേണ്ടി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ നേരെ അദ്ദേഹം പാലക്കാട് സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലേ വിട്ടുപോകുന്നു. അതെ അല്ലേ, സീറ്റ് കിട്ടില്ല. പിന്നെ അവിടെ എന്തോ കസേര കിട്ടില്ലെന്നോ, അവിടെ ചെന്ന ചടങ്ങിന് എന്തോ വിഷയത്തിൽ കസേര ഇല്ലെന്നോ. K. സുരേന്ദ്രനുമായിട്ടുള്ള ഇതിന്റെ പുറത്താണ് പോകുന്നത്. എന്തായാലും ഇപ്പൊ BJPയിലായിരുന്നു ചിലപ്പോൾ പാലക്കാട് സീറ്റ് കിട്ടിയേനെ. പാലക്കാട് കുറച്ചുകൂടെ സാധ്യതയുള്ള കഴിഞ്ഞ തവണ പുള്ളി മത്സരിച്ചതല്ലോ. അതെ, മത്സരിച്ചിരുന്നു. അപ്പോൾ ഈ പറയുന്ന സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കാതെ കോൺഗ്രസ് ഒരു നല്ലൊരു കീഴ്വഴക്കം കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ല, കോൺഗ്രസ് ആരും അംഗീകരിക്കണമല്ലോ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം അഭിജിത്തിൻ്റെ KM അഭിജിത്തും ജോയും ശരിക്കും പറഞ്ഞാൽ ഇവർ നല്ല 2 ചെറുപ്പക്കാർ. ഭാവിയിലത്തേക്കുള്ള കോൺഗ്രസിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഇവർ ഒരുപാട് പോലീസ് മർദ്ദനങ്ങളും കേസും ഗുസ്തിയൊക്കെ അതിജീവിച്ച് വന്നവരാണ്. ഇങ്ങനെയുള്ളവർ അംഗീകരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സതീശനും വേണുഗോപാലും ഒന്നിച്ചിട്ടുള്ള ഒരു സീറ്റ് നിർണ്ണയമാണ് വന്നിരിക്കുന്നത്. ഇപ്പം K. സുധാകരൻ എന്ന പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പുള്ളി കേരളം മുഴുവൻ കത്തിക്കുമെന്ന് പറയുന്നത്. പണ്ട് തൊപ്പി എന്ന് പറഞ്ഞൊരു യൂട്യൂബറെ പിടിച്ചോണ്ട് ഇവിടുത്തെ കുറച്ച്
കുറച്ച് 12 വയസ്സുള്ള പിള്ളേരെല്ലാം പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് ഞങ്ങളിപ്പോൾ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞ പോലെ കെ സുധാകരൻ കേരളം കത്തിക്കും. ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ്സുകാരാണെങ്കിലും മനസ്സിലാക്കേണ്ടത്, CPM-കാർ നേരത്തെ പിണറായി വിജയൻ പണ്ട് പറഞ്ഞതുപോലെ, അതായത് എന്താ, കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ തിരമാലയുടെ ശക്തിയുള്ളൂ. അത്രയേ ഉള്ളൂ. ഈ പാർട്ടി വിട്ടുപോയ ഒരുപാട് പേരുടെ അവസ്ഥ നമ്മളിപ്പം കാണുന്നുണ്ട്. അത് എല്ലാ പാർട്ടിയും വിട്ടുപോയ പലരും ഇപ്പൊ പെരുവഴി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒന്ന് സംസാരിച്ച കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോയി. കാരണം ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ആണല്ലോ അദ്ദേഹം ഡൽഹിയിൽ കേരള ഹൗസിൽ പോയി ഇരിക്കുമ്പോൾ എല്ലാ കേന്ദ്ര മന്ത്രിയും അദ്ദേഹത്തെ ഇങ്ങോട്ടെന്നാണ് കാണുന്നത്. കേരളക്കാർ ആരും അങ്ങോട്ടേക്ക് കാണേണ്ട ആവശ്യം പോലും ഇല്ല. അതും പുത്രവാത്സല്യം കൊണ്ട് പോയതാണ്, പുത്രന്റെ നിർബന്ധപ്രകാരം പോയതാണ്. ഇവിടെ പിതാവും പുത്രനും തിരിച്ചറിയുന്നു ഞങ്ങൾ കോൺഗ്രസിന്റെ ഭാഗം അല്ലെങ്കിൽ ഒന്നും അല്ല. അവസാനം ആ മെമ്പർഷിപ്പ് തിരിച്ചെടുക്കാൻ വേണ്ടി പാവം കെ കരുണാകരനെ പോലെ ഒരാൾ എത്ര ഡൽഹിയിൽ പോയി നമ്മൾ. അതുകൊണ്ട് നഷ്ടം ഉണ്ടായ ഒരാൾ ശോഭന ജോർജാണ്. അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായ, പക്ഷെ നഷ്ടമൊന്നും പറയാൻ പറ്റില്ല. അവര് LDF-ലേക്ക് പോയി. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു സംഘം കെ കരുണാകരൻ അനുയായികളാണ് MLA സ്ഥാനം രാജിവെച്ചു. അവരിൽ ശോഭന ജോർജ് മാത്രമാണ് അതിന് മുമ്പ് MLA ആയിട്ടുള്ള ആൾ. ബാക്കി ആരും പിന്നെ ജയിച്ചിട്ടില്ല. MA ചന്ദ്രശേഖരൻ വടക്കേക്കര, AD മുസ്തഫ പേരാവൂര്, അതുപോലെ കുറേ പേരുണ്ട്, മാലത്ത് സർലാദേവി, കുറേ പേരുണ്ട്. ഇവരാരും പിന്നെ ജയിച്ചിട്ടില്ല. അന്ന് കെ കരുണാകരനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇറങ്ങി പുറപ്പെട്ട് രാജിവെക്കുമ്പോൾ അന്ന് ഈ മകന് വേണ്ടി കരുണാകരൻ കളിച്ച കളികളൊക്കെ ഓർക്കുന്നില്ലേ? അതായത് ഇദ്ദേഹത്തെ വടക്കാഞ്ചേരി കൊണ്ട് മത്സരിപ്പിക്കുന്നില്ല. വടക്കാഞ്ചേരി മന്ത്രിയാക്കിക്കൊണ്ട് വടക്കാഞ്ചേരി കൊണ്ട് മത്സരിപ്പിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് തോക്കുന്നു ഒരു മന്ത്രി. ഏറ്റവും അവസാനം കെ കരുണാകരൻ തന്നെ തോറ്റില്ലേ തൃശ്ശൂർ പാർലമെന്റിലേക്ക്? കാരണം കോൺഗ്രസ് പാർട്ടിയിൽ ഈ CPM-നെ പോലെ കേഡർ സ്വഭാവം ഇല്ലെന്നേ ഉള്ളൂ. കോൺഗ്രസ് ഒരു പാർട്ടിയാണ്. ആണ്. അത് നമ്മൾക്ക് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിന് ചിട്ടയായ ഒരു സംവിധാനം കേരളത്തിലുണ്ട്. മറ്റ് പല ജില്ലകളിലും സംസ്ഥാനങ്ങളിലും DCC പോലും നേരെ പോയില്ല. അതിന് താഴോട്ട് പിന്നെ ഇല്ല. DCC ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, താഴോട്ടുള്ളതാണ്. അതൊന്നുമില്ല. ഇക്കുറിയും കോൺഗ്രസ് വളരെ ചിട്ടവട്ടത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. അതിനിടയിൽ ഈ സുധാകരൻ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കി. അതെ, കെ സുധാകരൻ MLA ആകാൻ താല്പര്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അടൂർ പ്രകാശും MK രാഘവനും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ളവർ മുന്നോട്ട് വന്നത്. കെ സുധാകരൻ വിചാരിക്കുന്ന മുൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി കസേര ഇനി എങ്ങാനും കിട്ടിയാലോ എന്ന് കരുതിയായിരിക്കും അദ്ദേഹം വന്നത്. അല്ലാതെ എന്താണ്, 10-78 വയസ്സായി. നമുക്കത് കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. ഇന്ന് വിജയ് ഇന്ത്യയുടൻ, പിന്നെ പത്തനംതിട്ട കോൺഗ്രസ് മണ്ഡലം പിന്നെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം ആറന്മുള സീറ്റിന് അവകാശവാദം ഉന്നയിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എനിക്ക് ആറന്മുള സീറ്റ് കിട്ടിയില്ല, ഞാൻ എങ്ങും പോകില്ല, ഞാൻ ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കും. അതുപോലെ ഡോക്ടർ SS ലാൽ കഴിഞ്ഞ തവണ അദ്ദേഹം കഴക്കൂട്ടത്ത് മത്സരിച്ച ആളാണ്. വളരെ പ്രഗത്ഭനായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വർക്കലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നു. ഞാൻ പാർട്ടിക്കൊപ്പം പ്രവർത്തിക്കുക, എനിക്ക് ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ നന്നായി സന്തോഷം ആത്മാർത്ഥമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നമ്മൾ ഈ പറഞ്ഞ രണ്ടുപേരും വിവരം വിദ്യാഭ്യാസമുള്ള അതാണ്. കെ സുധാകരനും MA-കാരനാണ്, LLB-കാരനാണ്. ഇത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ട്. 78 വയസ്സായി. ഇപ്പോഴും ആ ഒരു തവണ അങ്ങോട്ട് ചാടുന്നു, ഒരു തവണ ഇങ്ങോട്ട് ചാടുന്നു. അങ്ങനെ ചാടേണ്ട ഒരു ആവശ്യമില്ല. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഗ്രൗണ്ടാണ് കിടക്കുന്നത്. ഇവർക്കെതിരെ പറയുന്ന ഒറ്റ വിഷയം ഇതേ ഉള്ളൂ, സീറ്റിന്റെ പേരിലുള്ള തമ്മിലടി നിർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കും. പക്ഷേ ഇത് ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നല്ല വിവരമുള്ളവരാണ്. അവർ ചിന്തിക്കും, ഇനി ഇവരെ ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടുകൊടുത്താൽ ഇനി ഇലക്ഷൻ കഴിഞ്ഞ് അവർക്ക് അധികാരത്തിലെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ഇല്ല, UDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജനം എല്ലാം പൂർത്തിയായി. 27 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുണ്ട്. ഘടകകക്ഷികൾ കൃത്യമായിട്ട് അവരെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സെറ്റിൽ ചെയ്ത് ഗംഭീരമായിട്ട് രംഗത്ത് പുനലൂർ എനിക്ക് തോന്നുന്നു ചടയമംഗലമായിട്ട് വെച്ചുമാറാനായിട്ട് ഒരു നീക്കം പറയുന്നുണ്ട്. പുനലൂർ 2 സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം അവർ പ്രഖ്യാപിച്ചു. പിന്നെ 2 യുവതികളുണ്ട്. ലീഗിന് 2 യുവതികളുണ്ട്. ലീഗിന് 2 യുവതികളെ അവർ ഇറക്കിയിട്ടുണ്ട്. ഏറെ നാളിന് ശേഷമല്ലേ? തീർച്ചയായും ഏറെ നാളിന് ശേഷമാണ് ലീഗിന് 2 യുവതികൾ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സാമൂഹിക പരിവർത്തനം, പണ്ട് ലീഗുകാരെ കളിയാക്കിക്കൊണ്ടിരുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല പറഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ എന്ന ഈ ഒരു സാമൂഹിക പരിവർത്തനം, ഈ പുതിയ തലമുറ, ആ തലമുറയെ എത്ര നാൾ നമ്മളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും? അല്ല, അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഘടകകക്ഷികളെ ചൊടിപ്പിക്കും. കോൺഗ്രസ് ഇനിയും തീരുമാനം നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അത് കാരണം ലീഗും കേരള കോൺഗ്രസും RSP എല്ലാവരും പരമാവധി ഒരു കോംപ്രമൈസ് ചെയ്ത് എല്ലാ സീറ്റും ധാരണയായി. അവര് 8 സീറ്റിലേക്ക് ചുരുങ്ങി. ആരാ? ജോസഫ് ഗ്രൂപ്പ് ഒരു സീറ്റ് അവര് ഇടുക്കി സീറ്റ് അവർ വിട്ടുകൊടുക്കാൻ ലീഗുകാർ പരമാവധി കോംപ്രമൈസ് ചെയ്തു. ഫോർവേഡ് ബ്ലോക്ക് ഇരവിപുരത്തുനിന്ന് മാറിക്കൊടുത്തു. സൂരജ് രവി, തോപ്പിൽ രവിയുടെ മകൻ അദ്ദേഹം വന്നു. അപ്പൊ എന്താണ്, അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു മെയിൻ ഒറ്റ സിംഗിൾ കോസിലേക്ക് പോവുകയാണ്. ആ
ഒരു കോസിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. ഇത്രയും പേര് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് പേര് ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങ് പോവുകയാണ് വേറെ. അതെ, ഇപ്പൊ എനിക്ക് സീറ്റ് തന്നില്ല, ഞാൻ തോപ്പിച്ച് കളയുമെന്നുള്ള രീതിയിലാണ് കെ സുധാകരൻ നിൽക്കുന്നത്. ഒരു കാര്യമില്ല, ഈ കെ സുധാകരനെ എടുത്ത് കളഞ്ഞാൽ അയാൾക്ക് സീറ്റ് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതായിരിക്കും കോൺഗ്രസിന് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ലത്. അല്ല, അത് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്, കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് ആംബിയറോട് കൂടി ചെയ്യുക. വരണം വെച്ച് കാണാമെന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. അത് പോകുന്നെങ്കിൽ പോട്ടെ, അയാൾ എവിടെ വരെ പോകാനാ നമ്മൾ പറഞ്ഞതുപോലെ. ബാക്കിയൊക്കെ വെച്ച് നോക്കിയാൽ കോൺഗ്രസ് ഓക്കെയാണ്. ഈ പറയുന്ന ഒറ്റ വിഷയങ്ങൾ, ഈ തമ്മിൽ തല്ലി നശിപ്പിക്കുന്ന പതിവ് പരിപാടി എത്ര തവണ ഇങ്ങനെ ഭരണം ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ട്. അല്ല, അത് ഇതിനൊരു പരിഹാരം, ഇന്നെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിലുണ്ടല്ലോ ഇത് വലിയ തോതിൽ ദോഷം ചെയ്യുക തന്നെ ചെയ്യും. പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ട നിലവിലുള്ളത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നിടത്താണ് സംഗതി വെടിപൊട്ടാൻ സാധ്യത. ലീഗിലാണേലും നല്ല സ്ഥാനാർത്ഥികളാണ്, ലീഗിന്റെ സ്ഥാനാർത്ഥികളെ. അല്ല, അവർ മാത്രമല്ല, ഇപ്പോൾ എം കെ മുനീർ സാഹിബ് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തെ തൽക്കാലം അവർ മാറ്റി ചിലപ്പോൾ രാജ്യസഭയിൽ അങ്ങനെ അദ്ദേഹം അയക്കുമായിരിക്കാം. അങ്ങനെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് ഒരു താണി ഒരു വളരെ അവിടെ പ്രമുഖനായ ഒരു നേതാവ് കഴിഞ്ഞ പരാജയപ്പെട്ടു. ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം. കാര്യം എന്താണെന്നറിയോ, അതായത് പിന്നെ CPM സ്വതന്ത്രനായിട്ട് പോയി മത്സരിക്കാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് CPM. കുറച്ച് സീറ്റ് മലപ്പുറത്ത് ഒഴിച്ചിട്ടിട്ടുണ്ടെന്നും അത് പുള്ളി പോകില്ല, അതിന് പോയി പുള്ളി തലവെച്ച് കൊടുക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ പ്രായോഗിക മതിയായിരുന്ന നേതാവാണ്. അത് പാണക്കാട് തങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കും, അതങ്ങ് പരിഹരിക്കും. ഏതായാലും കോൺഗ്രസ് ഒന്നേ പറയാനുള്ളൂ, ഘടകകക്ഷികളൊക്കെ റെഡിയായി കളത്തിലിറങ്ങി കഴിഞ്ഞു. ഇനിയെങ്കിലും മേജർ കക്ഷിയായ നിങ്ങളൊന്ന് രംഗത്തിറങ്ങി എങ്ങനെയെങ്കിലും ഒന്ന്. ജനം വളരെയേറെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 10 വർഷത്തെ അഴിമതി ഭരണം കാരണം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ ജനത്തെ ദയവായി തോൽപ്പിക്കരുത്, അത് മാത്രമേ പറയാനുള്ളൂ.